പുതിയ ഗവൺമെൻറ് വന്ന ഉടൻ തന്നെ ഏറ്റവും വലിയ ജനദ്രോഹമായി എന്ന് ജനം കരുതിയിരുന്ന ആ സിൽവർ ലൈൻ അത് പുതിയ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്ത ഒരു പുതിയ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രത്യേകമായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത തോമസ് തറയിൽ പിതാവ് അതിനെ പ്രതികരിക്കുന്നു. പിതാവ് എങ്ങനെ അതിനെ നോക്കിക്കാണും ആ പദ്ധതി ക്യാൻസൽ? സിൽവർ ലൈൻ പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുന്നു എന്നുള്ള ഔദ്യോഗികമായ വിവരം മുഖ്യമന്ത്രി അറിയിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. മാടപ്പള്ളിയിലെ ജനങ്ങളുടെ സമരപ്പന്തലിൽ പോകാനും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും എല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ആ ജനം വികസനത്തിനെതിരായിരുന്നില്ല, ഹൈസ്പീഡ് റെയിലിനും എതിരായിരുന്നില്ല. അവരുടെ പ്രശ്നം വളരെയേറെ ജനവാസ മേഖലകളെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ഹൈസ്പീഡ് റെയിൽവേ വരിക എന്നുള്ളതായിരുന്നു. നമുക്ക് ഹൈസ്പീഡ് റെയിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പുതിയ പരിഹാരങ്ങൾ തേടുവാൻ ഈ സർക്കാരിന് സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന, ജനങ്ങളെ ഏറെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.